നമസ്കാരം. എഴുത്തുകളരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ പഠിച്ച സ്വരാക്ഷരങ്ങൾ ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ അതുവരെയാണ് പഠിച്ചത്. ഇനി ഒരു 4 അക്ഷരവും കൂടെ പഠിച്ചാൽ സ്വരാക്ഷരം കംപ്ലീറ്റ് ആകും. അടുത്തതായി ഓ, ഓ, ഔ, അം ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് ഓ എഴുതാം ആദ്യം. ഓ ഓ ആദ്യം ഇങ്ങനെ ചുരുക്കി വന്ന് ഇങ്ങനെ എഴുതി ഇത്രയേ ഉള്ളൂ. ഓ നമ്മൾ ആയെല്ലാം എഴുതിയല്ലോ, അതുകൊണ്ട് ഓ എഴുതാൻ എളുപ്പമായിരിക്കും. ഓ ഓ ഓ ഇനി ഓയുടെ അടയാളം നോക്കാം. ഓ ഇതിന്റെ അടയാളം എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ എയ്ക്കൊരു അടയാളം എഴുതിയില്ലേ, അതിന് ആ അടയാളം എഴുതിയതിന് ശേഷം നമ്മളിവിടെ അക്ഷരം എഴുതും. അതിനുശേഷം ഇങ്ങനെ ഒരു ദീർഘം ആണ് ഓ. അത് നമ്മൾ അക്ഷരത്തിൽ എഴുതുമ്പം ഓന്ന് എഴുതണ ഇപ്പൊ തോ എന്ന് എഴുതുകയാണെങ്കിൽ ആദ്യം ഈ അടയാളം എഴുതി താ എഴുതി ഇതും കൂടെ ചേർത്താലേ തോ എന്നേ ഉള്ളൂ. ഇത് മാത്രം എഴുതിയാൽ നമ്മൾ തേ എന്നേ വായിക്കുള്ളൂ. തോ, ഓ, നോ, ഓ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി നമുക്ക് ഓ എന്ന് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഓ എഴുതിയിട്ട് ഒരു ദീർഘം ഇത്രയേ ഉള്ളൂ. ഓ ഓ ഓ ഓ ആണ് ഓ. ഇനി ഓയുടെ അടയാളം എങ്ങനെയാണെന്ന് നോക്കാം. ഓ എന്ന് എഴുതി ഇതിന്റെ അടയാളം നമ്മൾ എന്ന് എഴുതിയില്ലേ, അതുപോലെ എഴുതിയിട്ട് അക്ഷരം എഴുതിയിട്ട് ദീർഘം, ഇതാണ് ഓ. ഇത് അക്ഷരങ്ങളിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. തോ, റോ, ലോ, മോ, ഇനി നമുക്ക് ഔ പഠിക്കാം. അത് ആദ്യം ഓ എഴുതിയിട്ട് ഈന്ന് എഴുതിയപ്പോൾ ഒരു അടയാളത്തില്ലേ, അതാണ് ഔ. ഔ ഔ ഔ. ഇനി ഔവിന്റെ അടയാളം എങ്ങനെയെന്ന് നോക്കാം. ഔ എന്ന് എഴുതി ഇതിന്റെ അടയാളം എന്ന് പറയുന്നത് നമ്മൾ അക്ഷരം എഴുതിയതിന് ശേഷമാണ് ഇതേപോലെ അങ്ങിട്ടാൽ മതി. ഔ. പൗ ആ എഴുതി ഔ അടയാളം പൗ. തൗ താ എഴുതി ഔ അടയാളം. മൗ മാ എഴുതി ഔ അടയാളം. നൗ ഞാ എഴുതി ഔ അടയാളം. ഔ, തൗ, ഔ, നൗ.
അം എഴുതാം. ആ എഴുതി ഒരു പൂജ്യം. അം. ഇത്രയേ ഉള്ളൂ. അം അം അം. ഇതിനിടയിലുള്ള ഇത് തന്നെയാണ് പൂജ്യം. അം. ഇത് നമ്മൾ അക്ഷരങ്ങളിൽ എഴുതുമ്പം തം ത അം തം. ന അം നം. മ അം. റ അം റം. സ്വരാക്ഷരങ്ങളിൽ അവസാനത്തെ അക്ഷരമാണ് ആ. അതെങ്ങനെയെന്ന് നോക്കാം. ആ. ഇത് അടയാളം ഇങ്ങനെ തന്നെയാണ്. ഇത് നമ്മൾ സാധാരണ ഉപയോഗിക്കാറില്ല. ചില വാക്കുകളിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇത് എന്ന ചുരുക്കിയാണ് പറയുന്നത്, അല്ലാതെ ആ എന്നല്ല. ഇതാണ് അവസാനത്തെ അക്ഷരം. അപ്പൊ നമ്മൾ സ്വരാക്ഷരങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അത് ഒരിക്കൽ കൂടെ എങ്ങനെയെന്ന് നോക്കാം. ആ ആ ഈ ഈ ഉ ഊ ഋ എ ഏ ഐ ഓ ഓ ഔ അം ആ. ഇനി നമുക്ക് അക്ഷരങ്ങളിൽ ഈ അടയാളം വരുന്നത് എങ്ങനെയെന്ന് നോക്കാം. ത ത തി തീ തു തൂ തൃ തേ തേ തൈ തോ തോ തൗ തം ത ത താ തി തീ തു തൂ തൃ തേ തേ തൈ തോ തോ തൗ തം ത.
ഇതുവരെ പഠിച്ച എല്ലാ അക്ഷരങ്ങളും നിങ്ങൾ കൂടുതൽ തവണ എഴുതി നോക്കണം, എന്നാലേ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കൂടുതൽ അക്ഷരങ്ങളും അതിൻ്റെ അടയാളങ്ങളും ചേർത്ത് കൂടുതൽ പഠിക്കാം. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.